ഝാർഖണ്ഡിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, മുൻ മുഖ്യമന്ത്രിമാരായ ചമ്പായ് സോറൻ, അർജുൻ മുഡ തുടങ്ങിയവർ വോട്ട് ചെയ്തു. 5 സംസ്ഥാന മന്ത്രിമാരടക്കം മൊത്തം 683 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 38 മണ്ഡലങ്ങളിൽ ഈ മാസം 20-നാണ്. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സമാധാനപരമാണോ? വീണ, മുൻകാലഘട്ടങ്ങളിൽ വളരെയധികം അക്രമ സംഭവങ്ങൾ നടക്കുകയും പ്രത്യേകിച്ച് മാവോയിസ്റ്റ് നക്സൽ സംഘടനകളൊക്കെ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്താറുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. പക്ഷേ വളരെ സമാധാനപരമായി ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടം ഉച്ചയോട് അടുക്കുന്ന സമയത്ത് 29% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിരിക്കുകയാണ്. ജാർഖണ്ഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മികച്ച പോളിംഗ് എന്ന് തന്നെ വേണം ഉച്ചവരെയുള്ള കണക്കുകൾ വെച്ച് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക. കാരണം മുൻപൊക്കെ ഈ അക്രമ സംഭവങ്ങൾ നടക്കുകയും തെരഞ്ഞെടുപ്പ് ഈ ഭീകര സംഘടനകൾ അട്ടിമറിക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ പലപ്പോഴും ജാർഖണ്ഡിൽ പ്രത്യേകിച്ച് ഈ വനമേഖലയിലുള്ള ബൂത്തുകളിലൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്നതിൽ വലിയ തോതിലുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭയമായി ആളുകൾക്കെത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാൻ ജമ്മു കാശ്മീരിനൊക്കെ സമാനമായ രീതിയിൽ ജാർഖണ്ഡിലും സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. പുതിയ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പുകൾ വളരെ സമാധാനപരമായി ഈ സ്റ്റേറ്റുകളിലെല്ലാം നടക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും വലിയ നേട്ടമാണ്. ഒപ്പം വലിയ അഭിമാനത്തോടു കൂടി അവർക്കിത് ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്തു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജാർഖണ്ഡിൽ തൻ്റെ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകും എന്നാണ് ഹേമന്ത് സോറൻ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ഒപ്പം ചമ്പായ് സോറൻ ഇന്ന് അദ്ദേഹം ജനവിധി തേടുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലും ഇന്ന് തന്നെയാണ് വോട്ടെടുപ്പ്. ചമ്പായ് സോറനും ഇന്ന് വോട്ട് ചെയ്തു. നമുക്കറിയാം, അടുത്ത കാലത്താണ് ചമ്പായ് സോറൻ ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹം BJP പാളയത്തിലെത്തിയത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിൽ പോയ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ആ ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അടുത്ത അനുയായിയായ ചമ്പായ് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയത്. എന്നാൽ പിന്നീട് വീണ്ടും ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയതോടുകൂടി ഇരുവരും തമ്മിൽ തെറ്റുകയും ചമ്പായ് അടുത്ത കാലത്ത് BJP പാളയത്തിൽ എത്തുകയും ഒക്കെ ചെയ്തത് ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ വലിയ സംഭവ വികാസങ്ങളായി നമുക്ക് മുന്നിൽ നിൽക്കുന്ന സംഭവങ്ങളാണ്. ഏതായാലും ചമ്പായ് സോറനും ഇന്നിപ്പോൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJPയുടെ സർക്കാർ ജാർഖണ്ഡിൽ അധികാരത്തിലെത്തും എന്നാണ് ചമ്പായുടെ അവകാശവാദം. മുൻ കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ അർജുൻ മുണ്ട അദ്ദേഹവും രാവിലെ കുടുംബസമേതം എത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് രാവിലെ വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഒപ്പം സാധാരണക്കാരുമായെല്ലാം വോട്ട് ചെയ്യുകയാണ്. 29% ഉച്ചയോടടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വീണ. Okay.